ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങോട്ടായി കത്തിയെടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കണ്ടത്തിലേക്ക് പോവാണ്. രാവിലെ അച്ഛനുണ്ട് വാഴക്കുല കൊത്തിക്കൊണ്ട് വെച്ചത് കണ്ടു. അപ്പോൾ ഇളയമ്മ ചോദിച്ചു ഇത് ഏത് വാഴയുടെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നേന്ത്ര വാഴയുടെയാണ്. അപ്പോൾ ഇളയമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാമ്പ് നല്ലതായിരിക്കും വറവ് വെക്കാനെന്ന്. കേട്ടതും എന്നോടൊന്ന് പോകുമോ, നീ കൊത്തിയിട്ട് വരുമോ എന്ന് ചോദിച്ചു. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിലും ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ പോയിട്ട് വരാം, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ പോയി. ഏതാന്നുള്ളതായിരുന്നു കൺഫ്യൂഷൻ. കുറേ തപ്പിയിട്ട് കണ്ടതിൽ എന്താ പറയുക, ഒടിഞ്ഞു കിടക്കുന്ന വാഴ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇതായിരിക്കും എന്നുള്ള ധാരണയിൽ ഞാനൊന്ന് കൊത്തിയെടുത്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊന്നും അല്ലായിരുന്നിടാന്ന്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പൊളിച്ചിട്ട സാധനം. ഞാൻ ഇതിനു മുന്നേ ആദ്യം വന്നിട്ട് ഒരു സാധനം പൊളിച്ചായിരുന്നേ, അതിൻ്റെയാണ് ആ കാണുന്നത്. പക്ഷെ അത് നേന്ത്രവാഴയല്ലായിരുന്നു, വാഴ മാറിപ്പോയി. ദെൻ രണ്ടാമത് കണ്ടുപിടിച്ചിട്ട് വീണ്ടും എല്ലാവരെയും കൂട്ടിയിട്ട് വന്നതാണിത്. ഇതാണ് നേന്ത്രവാഴ, ഇതിൻ്റെ കാമ്പാണ് നമുക്ക് പൊളിച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിത് ആവേശത്തോടെ കൊത്തുവാണ്. ഇതൊക്കെ സിമ്പിളായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് വലിയ അവബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഇത് കൊത്തിയിടാണ്. കൊത്തിയിട്ട് ഇത് പൊളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ പൊളിക്കുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ സിമ്പിളല്ലേ, ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ, അല്ലാണ്ട് ഇതൊന്നും ഒരു വലിയ കാര്യമല്ലല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയൊന്നുമില്ലെങ്കിലും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ ആയിരിക്കും. ചിലപ്പോൾ ഫ്ലോപ്പ് ആകും, പക്ഷെ അതിലൊന്നും നമ്മൾ നിരുത്സാഹപ്പെടാൻ പാടില്ല. കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് ഇനിയും വരുമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അങ്ങനെ ഇതാ ഞാൻ അവസാനം ഈ കാമ്പൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞു കുളിപ്പിച്ച് കുട്ടിക്ക് കുപ്പായില്ലാത്ത അവസ്ഥ ആയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അത്രയും ഉണ്ടാവും, അത് മുഴുവൻ പൊളിച്ചാലേ ആ ഒരു ചെറിയ സാധനത്തിന് ആ ടേസ്റ്റ് ഉണ്ടാവും കാമ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിത് അതും എടുത്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇളയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒറ്റക്കൊന്നും അല്ല പോയത്. ഇവരൊക്കെ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്തത്. അപ്പം നമ്മളെ അച്ചിക്കുട്ടിയും കൂടെ വന്നായിരുന്നു. അച്ചിക്കുട്ടീൻ്റെ ഓട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.